ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഹെയറിന് നമ്മൾ പ്രിപ്പറേഷന് യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മൂസ് ആപ്ലിക്കേഷനെ പറ്റി. അപ്പൊ ഈ മൂസ് ആപ്ലിക്കേഷൻ എന്തിനാണ്? നമ്മൾ കേൾസ് എടുക്കുമ്പോഴും നമ്മുടെ ഏതൊരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കാമെങ്കിൽ ആ ഒരു ഹെയർ ടെക്സ്ചർ വന്ന് കുറച്ചുകൂടെ ഹാർഡൻ ആകും. അപ്പൊ നമുക്ക് കേൾസ് ഒക്കെ എടുക്കുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇത് ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊന്ന് ഹെയർ നല്ലോണം ചീകി അതിന്റെ ടാങ്കിൾസ് മാറ്റിയിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ഇപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോ മൂസ് ആപ്ലിക്കേഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ടർ സ്പ്രേ ചെയ്യണം. അതായത് നനവുള്ള ഒരു ഹെയറിൽ മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മൂസ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഒന്ന് വെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ, എന്നിട്ട് അതൊന്ന് ഈവൻ ആയിട്ട് എല്ലാ ഹെയറിലും വരത്തക്കോണം നമ്മൾ ചെയ്തിട്ട് ഒന്നുകിൽ ഇതുമാതിരി ഒരു കോമ്പ്, അതല്ല എന്നുണ്ടെങ്കിൽ പാഡൽ ബ്രഷ്. ഇതിനെ പാഡൽ ബ്രഷ് എന്നാണല്ലോ പറയുന്നത്, അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഇങ്ങനത്തെ ബ്രഷില് അല്ലെങ്കിൽ ഇതില് നമ്മൾ മൂസ് അപ്ലൈ ചെയ്യാൻ പോകാൻ. അപ്പൊ മൂസ് എടുക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്യണം. കാരണം ഇതിന്റെ ഈ ഒരു ഭാഗം വന്നിട്ട് കുറച്ച് വാട്ടർ ആയിരിക്കും. അപ്പൊ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അതിന്റെ അകത്തുള്ള പ്രോഡക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഒന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ചെയ്ത ടാങ്കിൾ ഫ്രീ ചെയ്തു നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത ഈ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ അത് എത്ര പെട്ടെന്നാണ് അബ്സോർബ് ആയെന്ന് കണ്ടോ? ഇല്ലെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടില് ഉപയോഗിച്ചാൽ പോലും ഒരു ഹെയർ സ്റ്റൈലിന് നമുക്ക് മതിയാകൂല. അപ്പൊ നമ്മളിപ്പം വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഇത് കണ്ടില്ലേ ഈവൻ ആയിട്ട് പോവുകയും ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയറിലാണ് നമ്മൾ ഈ മൂസ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഒരു ബോട്ടിൽ മൂസ് പോലും ഈ ഒരു ഹെയർ സ്റ്റൈലിന് നമുക്ക് ഉപകാരപ്പെടില്ല. അപ്പൊ അത് കാരണം ഈ ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം, കേൾസ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അടുത്ത ഒരു ടിപ്പുമായിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ.